മലയാളീസ് കിച്ചണിലെ എല്ലാവർക്കും വീഡിയോ കാണുന്ന എല്ലാവർക്കും സ്വാഗതം. അതുപോലെ ഒരു വളരെ ബിഗ് താങ്ക്സ് പറയാനാണ് ഇന്ന് ഈ വീഡിയോയുടെ മുമ്പിൽ ഞാൻ വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ ചാനലിൽ 50,000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുന്നു. അത് വളരെ സന്തോഷമുള്ള കാര്യം. ഇത് എൻ്റെ സന്തോഷം മാത്രമല്ല, ഈ സന്തോഷം നിങ്ങളിലേക്കും കൂടെ എത്തിക്കുകയാണ്. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബേഴ്സ് ചെയ്ത ഒരുപാട് പേരുണ്ട്. 50,000 പേർക്കും അതുപോലെ അതിന് മുമ്പോട്ട് പോകുന്ന എല്ലാവരും വളരെ വളരെ നന്ദിയുണ്ട്. ഈ ചാനലിൽ തന്നെ നമ്മൾ നേരത്തെ മറ്റൊരു പേരിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ താഴെയുള്ള നമ്മളെ വീഡിയോസിൻ്റെ താഴോട്ടുള്ള വീഡിയോസ് നിങ്ങൾ സെർച്ച് ചെയ്താൽ മനസ്സിലാക്കും. കുറേ നല്ല പാചകങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അത് അധികം വ്യൂ ആവാതെ കിടക്കുന്നതാണ്. കാരണം അത് നിങ്ങളത് ശ്രദ്ധിച്ചിട്ടില്ല. തീർച്ചയായിട്ടും നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കാമെങ്കിൽ അത് കിട്ടും. അപ്പം ഈ ചാനലിനെ ഇത്രത്തോളം കൊണ്ടുപോയതെല്ലാം നിങ്ങളുടെ ഏവരുടെയും സഹകരണവും സ്നേഹവും നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻറ്റുകളൊക്കെ ഞങ്ങൾ കാണാറുണ്ട്. അപ്പം നിങ്ങൾ പറയുന്ന നല്ല പാചകങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യാറുണ്ട്. അതുപോലെ ഞാൻ വെറും ക്യാമറാമാനാണ്. എൻ്റെ വൈഫാണ് കറക്റ്റ് ഇത്രയും ഈ ചാനലിനെ കൊണ്ടുപോയത്. ഇത്രയും നല്ല പാചകങ്ങളൊക്കെ ചെയ്ത് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അതൊക്കെ നിങ്ങളെയൊക്കെ സന്തോഷവും നിങ്ങളുടെയൊക്കെ സ്നേഹവും സഹകരണവും കൊണ്ടാണ് ഈ ചാനൽ ഇത്രയും എത്തിച്ചത്. അത് തീർച്ചയായിട്ടും ഒരുപാട് നന്ദിയോടെ കടപ്പാടോടെ എല്ലാവർക്കും ഇനിയും നല്ല നല്ല പാചകങ്ങളുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഈ ചാനൽ ഉണ്ടാവും. എല്ലാവർക്കും വളരെ വലിയ നന്ദി. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മലയാളീസ് കിച്ചൺ. ഞാൻ ഉമാകൃഷ്ണൻ. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ഹാപ്പി ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 50,000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. അത് ഇത്രയും 50,000 സബ്സ്ക്രൈബേഴ്സ് ആയത് നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് കൊണ്ടാണ്. അതുപോലെ നല്ല വ്യൂസ് ആണെന്നുണ്ടെങ്കിലും ഇതുപോലെ എല്ലാവരും നല്ല സപ്പോർട്ടാണ്. അതുകൊണ്ട് നിങ്ങളോടൊരു വലിയൊരു താങ്ക്സ് ആദ്യം പറയട്ടെ. ഇന്ന് നമുക്ക് തയ്യാറാക്കാൻ പോകുന്നത് വാഴക്കൂമ്പ് വെച്ചിട്ട് കട്ട്ലറ്റാണ്. അപ്പോൾ വാഴക്കൂമ്പ് എല്ലാവർക്കും അറിയാം, നമുക്ക് ഹെൽത്തി ബെനിഫിറ്റ് ആയിട്ടുള്ള നല്ലൊരു വെജിറ്റബിൾ ഒരു ഐറ്റമാണ്. അപ്പം വാഴക്കൂമ്പ് അല്ലെങ്കിൽ വാഴച്ചുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇത് വെച്ചിട്ട് നമുക്ക് ഏതൊരു ഡിഷ് നമ്മൾ തയ്യാറാക്കിയാലും അത് വളരെയേറെ ഹെൽത്തിന് വളരെയേറെ ഉപയോഗം ചെയ്യുന്ന ഒന്നാണ്. നാരുഭക്ഷണത്തിൻ്റെ ഏറ്റവും പ്രധാന ഘടകമാണ് ഈ വാഴക്കൂമ്പെന്ന് പറയുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു കട്ട്ലറ്റ് തയ്യാറാക്കാം. ഞാനിപ്പം ഇതിന് ഏകദേശം ഒരു 1/4 കപ്പ് വാഴക്കൂമ്പ് കട്ട്ലറ്റിന് അത്രയും തന്നെ 1/4 കപ്പോളം സവോള എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ആദ്യം വഴറ്റിയെടുക്കാനായിട്ട് ഞാനിവിടെ പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്കൊരു ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, കാര്യം ഇതൊന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കണം. വാഴക്കൂമ്പ് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാനായിട്ടാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഇട്ട ഉടനെ തന്നെ ഒന്ന് വഴറ്റിയിട്ട് നമുക്ക് കൂമ്പിൻ്റെ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ പച്ചമുളക് എരിവിനനുസരിച്ച് നമുക്ക് വളരെ കുറച്ച് മതി, പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഏകദേശം ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് ആ വെളുത്തുള്ളി ഇഞ്ചിയുടെ പേസ്റ്റും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴക്കൂമ്പ് അതുകൂടി ചേർത്ത് കൊടുക്കാം. വാഴക്കൂമ്പ് അരിഞ്ഞ് ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് എടുത്തതാണ്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആ ഉപ്പിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വാഴക്കൂമ്പ് അരിഞ്ഞതിന് ശേഷം ഉപ്പിട്ട് വെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുക്കുന്നതും വളരെ നല്ലതാണ്. അപ്പോൾ ഞാനിത്തിരി വെളിച്ചെണ്ണയും ഒഴിച്ച് അത് നന്നായിട്ട് അതിൻ്റെ നാര് കുറച്ച് ഓവറായിട്ട് വരുന്ന നാര് നമ്മളൊന്ന് റിമൂവ് ചെയ്യാനായിട്ട് നമുക്കതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ച് കൈയും വെച്ച് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ എടുക്കണം. എന്നിട്ട് വെള്ളം ഒഴിച്ച് കഴുകി നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റോളം ഞാൻ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ട്. എൻ്റെ ആവിയിലും കൂടെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഏകദേശം നമ്മുടെ കൂമ്പും അതുപോലെ സവോളയും ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൽ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, അതൊക്കെ ഞാൻ ഒരു പിഞ്ച്, കാര്യം നമ്മളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്കെടുക്കാം. അതുപോലെ 1 ടീസ്പൂൺ മുളക് പൊടി,
1 ടീസ്പൂണോളം വെജിറ്റബിൾ മസാല. ഗരം മസാലയും നമുക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി 1 ടീസ്പൂൺ. ഇത് ഇത്രയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഏകദേശം മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇതിലേക്ക് വേവിച്ച് ഉടച്ച് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കട്ട്ലറ്റിന് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒന്നാണ് ഉരുളക്കിഴങ്ങ്. അപ്പോൾ ഇത് നമുക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്കിതിലേക്ക് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് തണുക്കാനായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കണ്ടേ. അപ്പോൾ കൈ പൊള്ളാത്ത രീതിയിൽ ഒന്ന് തണുക്കുന്നത് വരെ കൂടി വെയിറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൻ്റെ തീ ഒന്ന് ഓഫ് ചെയ്യണേ. ഏകദേശം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് 2 ടേബിൾ സ്പൂണോളം മൈദയാണ്. നമുക്കത് കുറച്ചൊരു ലൂസ് ബാറ്ററായിട്ട് ഒന്ന് കലക്കിയെടുക്കാം. കാര്യം നമുക്ക് ഇത് കോട്ട് ചെയ്തിട്ട് ഇതൊന്ന് ഉരുട്ടി ബോൾസ് ആക്കിയിട്ട് നമുക്ക് ഈ മൈദയുടെ ഈ ഒരു കൂട്ടിനകത്ത് മുക്കിയാണ് നമ്മൾ ജസ്റ്റ് മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിൽ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. ഇപ്പോൾ ചെറിയ ഒരു ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ ഞാനിവിടെ മൈദയുടെ ഒന്ന് കലക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി കട്ട്ലറ്റിൻ്റെ ഈ ഒരു കൂട്ട് നമുക്ക് ചെറിയൊരു ബോൾസോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു ഷേപ്പിൽ നമുക്ക് കട്ട്ലറ്റിന് വേണ്ടിയിട്ട് ഉരുട്ടിയെടുക്കാം. നമുക്ക് ഒരു റൗണ്ട് ഷേപ്പിന് ഉരുട്ടിയെടുക്കാം. ഇങ്ങനെ കട്ട്ലറ്റിന് കൂടുതലും അതാണ്. അല്ലാതെ നിങ്ങൾ കട്ട്ലറ്റിൻ്റെ ആ ഒരു ഷേപ്പർ വാങ്ങിക്കാൻ കിട്ടും, നമുക്ക് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് ഈ ഫില്ലിങ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആ ഒരു ഷേപ്പിന് അതിപ്പം എങ്ങനെയാണ് ലവിൻ്റെത് അതുപോലെ ലീഫിൻ്റെത് ഒക്കെ ആയിട്ടുള്ള ഷേപ്പിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലൊരു ഷേപ്പിൽ നമുക്ക് ഈ കൂട്ടെല്ലാം ഒന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പം എല്ലാം നമ്മൾ ആ കട്ട്ലറ്റിൻ്റെ കൂട്ടെല്ലാം തന്നെ ഒന്ന് റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഈ മൈദയുടെ കൂട്ടിലൊന്ന് മുക്കാം. ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതൊന്ന് ജസ്റ്റ് നമുക്ക് ബ്രെഡ് ക്രംസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്കൊന്നിട്ട് ഇപ്പോൾ ഈ കയ്യിൽ മൈദയുടെ ആ ഒരു വെള്ളത്തിൻ്റെ ഒരു ഇതുള്ളത് കൊണ്ടാണ് ഞാൻ കൈ യൂസ് ചെയ്യാത്തത്. ജസ്റ്റ് നമുക്ക് ഇതുപോലെ തന്നെ എടുത്ത് വയ്ക്കാം. അതുപോലെ ബാക്കിയുള്ളത് കൂടി നമുക്കിതുപോലെ മൈദയുടെ ഈ ഒരു കൂട്ടിൽ മുക്കുക, ബ്രെഡ് ക്രംസിൽ ഒന്ന് കൊടുക്കുക. ജസ്റ്റ് ഈ കൈ നമ്മൾ വീണ്ടും ഈ ബ്രെഡ് ക്രംസിൽ മുക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് പറഞ്ഞാൽ നമ്മുടെ ഈ കയ്യിൽ ബ്രെഡ് ക്രംസ് ആവുകയും അത് ഈ വെള്ളത്തിൽ നമ്മൾ ഈ ഇപ്പം മൈദയുടെ ആ ഒരു വെള്ളം പോലെ കലക്കിയിരിക്കുന്ന ബാറ്ററിൽ ആവുകയും അതൊരു വല്ലാത്തൊരു കൺസിസ്റ്റൻസിയിൽ പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 2 കൈയും കൂടെ യൂസ് ചെയ്യുക കഴിവതും. പിന്നെ കയ്യിൽ ഗ്ലൗസ് ഇടുന്നതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ചെയ്യുന്ന നമ്മുടെ അമ്മമാർ എത്ര ഗ്ലൗസ് ഇട്ടാണ് നമുക്ക് ഓരോ ഫുഡ് കുക്ക് ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ അതെന്ന് പറയുമ്പോൾ അത് സ്നേഹത്തിൻ്റെ അമ്മയുടെ ഒരു കുക്കിംഗ് എന്ന് പറയുമ്പോൾ അതിനകത്തൊരു സ്നേഹമാണ്. അതിൽ നമ്മൾ ഗ്ലൗസ് ഇടേണ്ട കയ്യിൽ അങ്ങനെ ഒരു സെക്യൂരിറ്റിയുടെ ആവശ്യമൊന്നുമില്ല. നേരെ മറിച്ച് നമുക്കതൊരു ഹോട്ടലിലെ ഭക്ഷണമാകുമ്പോൾ തീർച്ചയായിട്ടും അത് പല രീതിയിൽ പലരാണ് ഒരു ഫുഡിൻ്റെ പിന്നിൽ ഒരു ഫുഡ് കുക്ക് ചെയ്ത് വരുമ്പോൾ അതിൽ പലരുടെ കൈ വരുന്നുണ്ട്. അതുകൊണ്ട് അവരിപ്പം ഗ്ലൗസ് യൂസ് ചെയ്യുന്നു. നമുക്കിതെല്ലാം ഇതുപോലെ ഒന്ന് മുക്കിയെടുക്കാം. അപ്പം എല്ലാം നമുക്ക് ബ്രെഡ് ക്രംസിലും കൂടി ഒന്ന് റോള് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഞാനിവിടെ ഓയിൽ വെച്ചിട്ടുണ്ട്, ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് നമുക്ക് ഒരു 3 എണ്ണം വരെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് നന്നായിട്ട് 2 സൈഡും ബ്രൗൺ കളർ, കട്ട്ലറ്റിൻ്റെ കളർ നമുക്കറിയാമല്ലോ എല്ലാവർക്കും. അപ്പോൾ ആ ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കൊന്ന് തിരിച്ച് മറിച്ചിട്ട് പെട്ടെന്ന് ഉള്ളെല്ലാം വെന്തിട്ടുള്ളതാണ്. കിഴങ്ങാണെങ്കിലും സവോളയൊക്കെ നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ പുറമേ ഒന്ന് ബ്രൗൺ നിറം ആകുക, പെട്ടെന്ന് നമുക്ക് തിരിച്ച് മറിച്ചിട്ട് എടുക്കാം. ഏകദേശം ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്ക് 2 സൈഡും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതധികം എണ്ണ കുടിക്കത്തൊന്നുമില്ല. കാര്യം നമ്മൾ ആ പുറമേ ഉള്ള ബ്രെഡിൻ്റെ കോട്ടിങ് മാത്രമേ ഉള്ളൂ, ഉള്ളിലെല്ലാം വെന്തിട്ടുള്ളതാണ്. അതുപോലെ നമ്മൾ മൈദയുടെ ആ ഒരു കൂട്ടിൽ മുക്കിയെടുത്തത് കൊണ്ടും പൊട്ടാത്തത് ആ ഒരു പൊട്ടി പോകുന്നെങ്കിൽ മാത്രമേ നമുക്ക്
പിന്നെ ഇത് എണ്ണ കുടിക്കാറുള്ളൂ. അപ്പോൾ പൊട്ടാതെ കഴിവതും നിങ്ങൾ എടുക്കുന്നത് കറക്റ്റ് വെള്ളത്തിൻ്റെ അളവിൽ എടുക്കുക. നമ്മൾ ഇതിനകത്ത് വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതനുസരിച്ച് ഉരുളക്കിഴങ്ങും കുറച്ച് ഡ്രൈ ആക്കി നമ്മൾ അതിൻ്റെ ആ മസാല തയ്യാറാക്കുമ്പോൾ നല്ല ഡ്രൈ ആയിട്ട് വെള്ളം കൂമ്പിൻ്റെ സവോളയുടെയൊക്കെ ആ ഒരു വെള്ളം പൂർണ്ണമായിട്ടും നന്നായി ഡ്രൈ ആക്കിയതിന് ശേഷം ഉരുളക്കിഴങ്ങ് ചേർത്തെടുക്കുകയാണെങ്കിൽ ഒരിക്കലും കട്ട്ലറ്റ് പൊട്ടിപ്പോകത്തില്ല. എല്ലാ കട്ട്ലറ്റും റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ വാഴക്കൂമ്പ് വെച്ചിട്ടുള്ള കട്ട്ലറ്റ് വളരെ ഈസിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഡിഷ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനലിലെ ഓരോ വീഡിയോയും കാണുക. അപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒരുപാട് നന്ദി.